എവരിവൺ, വെൽക്കം ബാക്ക് ടു സെറ്റ് ഓഫ് ടു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗെയിം ഓഫ് ത്രോൺസിനെ പറ്റിയാണ്. ഞാൻ ഒരുപാട് കുറ്റങ്ങളാണ് പറയാൻ പോകുന്നത്, സോ സ്റ്റേ ട്യൂൺഡ്. ഞാൻ കഴിഞ്ഞ ഹൗസ് ഓഫ് ദി ഡ്രാഗന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഗെയിം ഓഫ് ത്രോൺസിന്റെ ഒരു വീഡിയോ ചെയ്യാം. കുറച്ച് അധികം റിസർച്ചും കാര്യങ്ങളും, അതായത് ചുമ്മാ പറഞ്ഞു പോകാൻ പറ്റില്ല ഗെയിം ഓഫ് ത്രോൺസിനെ പറ്റി പറയുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് സമയം എടുത്തത് ചെയ്യാനായിട്ട്. 2011 ജോർജ് ആർ ആർ മാർട്ടിന്റെ ബുക്സിനെ അഡാപ്റ്റ് ചെയ്തിട്ട് ഒരു ഷോ റിലീസ് ആവുന്നത്. പൈലറ്റ് എപ്പിസോഡിൽ തന്നെ ഒരുപാട് പേര് വളരെയധികം ഹുക്ഡായി പോയൊരു ഷോയാണ്. ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് സീസണൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഭയങ്കര ഹൈപ്പായിട്ട് കോളേജിലൊക്കെ എല്ലാവരും പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഗെയിം ഓഫ് ത്രോൺസ് കാണാൻ തുടങ്ങുന്നത്. പിന്നീട് എൻ്റെ ഫ്രണ്ട് റീനയൊക്കെ ഉണ്ട്, അവളുടെയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ്. ഓരോ സീസൺ വരുമ്പോഴും ഓരോ എപ്പിസോഡ് വരുമ്പോഴും അത്രയും സമയം മാറ്റിവെച്ച് ജീവിതത്തിന്റെ അത്രയും ഇൻവെസ്റ്റഡ് ആയിട്ട് കണ്ട ഒരു ഷോയാണ് ഗെയിം ഓഫ് ത്രോൺസ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ പാഷനേറ്റ് ആയിട്ടൊരു കാര്യത്തിന് ഇഷ്ടപ്പെടുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് അതിനെ ഇഷ്ടപ്പെടാണ്ടിരിക്കാനും അത്രയും പാഷൻ ഉണ്ടായിരിക്കും. അതാണ് ഗെയിം ഓഫ് ത്രോൺസിന്റെ കാര്യത്തിൽ പലർക്കും സംഭവിച്ചതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ ഒരു ഷോന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫാന്റസി ഡ്രാമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ വേൾഡ് ബിൽഡിംഗ് വളരെ യുണീക്കായിരുന്നു. ആ ലോകത്തെ നിയമങ്ങൾ വളരെ വ്യത്യാസപ്പെട്ടതായിരുന്നു. ആ ലോകത്തെ ആൾക്കാരുടെ ആസ്പിറേഷൻസ് വളരെ വ്യത്യാസപ്പെട്ടതായിരുന്നു. അവരുടെയൊക്കെ ആസ്പിറേഷന് വേണ്ടിയിട്ട് നമുക്കും അയ്യവ എന്ന് തോന്നുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ്. അവരുടെ ആസ്പിറേഷൻ നമ്മുടെ ആസ്പിറേഷൻ ആവണം. അല്ലെങ്കിൽ ഇപ്പോൾ റോബ് സ്റ്റാർക്ക് ഒരു റിബലിയന് പോകുമ്പോൾ റോബ് സ്റ്റാർക്ക് എങ്ങനെയൊക്കെ അവിടെ എത്തണം എന്ന് നമുക്ക് തോന്നുമ്പോൾ അയാൾക്ക് നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു രീതിയിൽ, അങ്ങനെയാണ് അതിന്റെ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു വേൾഡ് ബിൽഡിങ്ങും ബിൽഡ് ചെയ്ത് പോയിരിക്കുന്നത്. ഒരു ക്യാരക്ടറിനും നമ്മൾ ഒരു 10-20 ക്യാരക്ടർ മിനിമം പറയാൻ പറ്റും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതെല്ലാം അവരെല്ലാം ഈ കഥയിൽ പല സ്ഥലത്തും ചെതറിക്കിടക്കുന്ന 10-20 ക്യാരക്ടേഴ്സ് ആയിരുന്നു. അവരുടെ എല്ലാം കഥ പതുക്കെ പതുക്കെ നമ്മളെ കാണിച്ച് ഓരോ എപ്പിസോഡിലും ഒരു പോർഷൻ ഓരോ ക്യാരക്ടറിന്റെയും സ്റ്റോറി ലൈന് കൊടുത്ത്, അല്ലെങ്കിൽ ഓരോ ഹൗസിന്റെയും സ്റ്റോറി ലൈന് കൊടുത്ത് അത് പതുക്കെ പതുക്കെ നമുക്ക് അവരോടുള്ള ഒരു ഇഷ്ടമോ ഇഷ്ടക്കേടോ ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ജെഫ്രീനെയൊക്കെ നമ്മൾ കുറച്ചിങ്ങോട്ട് കാണുമ്പോഴത്തേനും നമുക്കങ്ങ് വെറുത്തു പോകും. പക്ഷെ ഓൺ ദി അതർ ഹാൻഡ് ജോൺ സ്നോനെ നമുക്ക് അതേപോലെ തന്നെ ഇഷ്ടം തോന്നും. പക്ഷെ അവരുടെ ഒരു കോൺഫ്ലിക്റ്റുകൾ, അവർ കടന്നു പോകുന്ന ഇഷ്യൂസ് എല്ലാം, ഇത്രയധികം ക്യാരക്ടേഴ്സ് എല്ലാം ഒരു സ്ഥലത്തേക്കാണ് എത്തിച്ചേരുന്നതെങ്കിൽ ഇത്രയധികം ക്യാരക്ടേഴ്സും ഡിഫറെന്റ് പ്ലോട്ട് ലൈൻസും ഒരേപോലെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഷോ ആയിരുന്നു ഗെയിം ഓഫ് ത്രോൺസ്. സീസൺ 4 വരെയോ ഒരു 5 വരെയോ വേണമെങ്കിൽ പറയാം. അതിൽ തന്നെ പലരും പലപ്പോഴും പറയുന്നത് ഇത്രയധികം ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഇത്രയും കീപ്പപ്പ് ചെയ്യേണ്ട ഇത്രയും പേരുകൾ. ഇപ്പോൾ ഹൗസ് ഓഫ് ദി ഡ്രാഗൺ കാണുമ്പോഴും ആൾക്കാർ പലപ്പോഴും പറയാറുള്ളത് ഇത്രയധികം ക്യാരക്ടേഴ്സിനെ എങ്ങനെ നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റും, ഇത്രയും ആൾക്കാരുടെ സ്റ്റോറി നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും. കുറേ പേര് ഈ ഗെയിം ഓഫ് ത്രോൺസ് എനിക്ക് പണ്ട് കാണുമ്പോൾ അവർ പറയുന്നു ഡ്രാഗൺസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഗെയിം ഓഫ് ത്രോൺസ് കാണുന്നത്. ഇത് വളരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ് ആണ്. കാരണം ഡ്രാഗൺസിനെ ഇത്രയും നന്നായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ച ഹോബിറ്റിലൊക്കെ സ്മോഗ് എന്നുള്ള ഡ്രാഗനെ വളരെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയോ അതിനൊരു കാരണം സംസാരിക്കുന്ന ഒരു ഡ്രാഗൺ ആയതുകൊണ്ട് തന്നെ അതിനൊരു റിയലിസ്റ്റിക് അപ്പീല് കുറവാണ്. അതൊരു പക്ക ഫാന്റസി ആയിട്ട് നമുക്ക് തോന്നും. ഇവിടെ എവിടെയോ ആ ഡ്രാഗൺസിന് വളരെയധികം റിയലിസ്റ്റിക് ആയ ഒരു അപ്പീലുണ്ട് എന്നുള്ളതും ഈ ഷോയിൽ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ആദ്യത്തെ കുറച്ച് സീസണുകളിൽ നമ്മൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സിന്റെ ബിൽഡപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില കോൺവെർസേഷൻസ് നമ്മുടെ മൈൻഡിൽ തങ്ങി നിൽക്കുന്ന കോൺവെർസേഷൻസ് ആണ് ചില ക്യാരക്ടേഴ്സ് തമ്മിലുള്ളത്. സ്പെഷ്യലി പറയേണ്ടത് ടിറിയൻ ലാനിസ്റ്ററിന്റെ ആണ്. ടിറിയൻ ലാനിസ്റ്റർ എപ്പോ വായ തുറന്നാലും ഇങ്ങനെ നമ്മളിങ്ങനെ ടിറിയൻ മാറട കുട്ട ടിറിയൻ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് നമുക്ക് ഈ ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ്. അതിൽ തന്നെ ജോൺ സ്നോനോട് ടിറിയൻ പറയുന്ന ഡയലോഗ് അതൊരു ചെറിയ ഡയലോഗാണ്. അതായത് നീ ഒരു ബാസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് നിന്റെ ഒരു ആർമർ ആക്കി മാറ്റുക എന്നുള്ളത്. അത് നമുക്ക് അത്രയും ഇമ്പാക്ട് തരുന്ന ഒരു കാര്യമാണ് ആ ഒരു ഡയലോഗ്. അല്ലെങ്കിൽ ഇപ്പോഴും ഇടയ്ക്കെങ്കിലൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് ഐ ഡ്രിങ്ക് ആൻഡ് ഐ നോ തിങ്സ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ടിറിയൻ ഡ്രിങ്കിങ് നിർത്തി ടിറിയൻ ഒരു തേങ്ങ അറിയാണ്ടായി. അത് വേറെ കാര്യം. ആദ്യത്തെ സീസണുകളിലൊക്കെ ടിറിയൻ ജെഫ്രിക്കൊക്കെ നല്ല അടിയൊക്കെ കൊടുക്കും. ജെഫ്രീനെ ആളുടെ സ്ഥാനത്ത് നിർത്താൻ അറിയുന്ന ഒരേ ഒരു ക്യാരക്ടർ പ്രോബബ്ലി ടിറിയൻ ആയിരിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ എന്തൊരു സമാധാനം, ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ എന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ ആളുടെ എല്ലാ സംസാരങ്ങളും അതിലേറ്റവും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സീനാണ് ടിറിയന്റെ സ്പീച്ച്. ഷേയും ടൈവിൻ ലാനിസ്റ്ററും ആ ഒരു ഇഷ്യൂ നടന്നതിന് ശേഷം ടിറിയന്റെ സ്പീച്ച് നമുക്കിങ്ങനെ വി റൂട്ട് ഫോർ ദറ്റ് ക്യാരക്ടർ. ഇത്ര കിടലായിട്ടാണ് ആ ഒരു സംസാരം. പിന്നെ ടൈവിൻ ലാനിസ്റ്ററിന്റെ മരണം. ഈ ഷോ ഒരിക്കലും ഷൈ ആവാതിരുന്നൊരു കാര്യം ഈ മേജർ ക്യാരക്ടേഴ്സിനെ കൊന്നുകളയുക എന്നുള്ളതാണ്. നെഡ് സ്റ്റാർക്കൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ വിചാരിക്കുമ്പോൾ നെഡ് സ്റ്റാർക്ക് ആയിരിക്കും വലിയ ഹീറോ. കുറച്ച്
നെഡ് സ്റ്റാർക്ക് ആയിരിക്കും ഗെയിം ഓഫ് ത്രോൺസിന്റെ ഈ ത്രോണിൽ ഇരിക്കാൻ പോണ ആളെന്നൊക്കെ നമ്മൾ വിചാരിക്കും. കുറച്ച് കഴിയുമ്പോൾ നെഡ് സ്റ്റാർക്ക് നൈസായിട്ട് മരിച്ചു. അങ്ങനെ വളരെ റൂത്ത്ലെസ് ആയ ഈ നെഡ് സ്റ്റാർക്ക് മരിക്കുമ്പോൾ അതിന്റെ ഒരു നമുക്ക് വിഷമം വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ റെഡ് വെഡിങ് ആവട്ടെ, അല്ലെങ്കിൽ ജോഫ്രിയുടെ മരണമാവട്ടെ, ടൈവിന്റെ മരണമാവട്ടെ, ഇതൊക്കെ നമുക്ക് തരുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. ഒരു ഡെത്തും അതിൽ ചുമ്മാ അവർ മരിച്ചു പോയി എന്നുള്ളത് മെയിൻ ക്യാരക്ടേഴ്സിന്, അതായത് ഒരു 10-20 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കും സംഭവിക്കുന്നത് നമുക്ക് അരോചകമായി തോന്നാറില്ലായിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടാണ്. വളരെയധികം ഷോക്ക് വാല്യൂ തരുന്നുണ്ടെങ്കിൽ അത് ഇയാൾ എന്തിനാ ഇപ്പം മരിച്ചേ, എന്തിനാ ഇപ്പം ഇത് നടന്നേ എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാൻ ഇതൊക്കെ എന്തിനാണ് പറയുന്നത്. ഇതൊക്കെ എന്തിനാ പറയുന്നത് വെച്ചാൽ ഈ ഷോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഡിസപ്പോയിൻമെന്റ്. ഈ ഷോയിൽ ഒരുപാട് കിടിലം മൊമെന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഷോ ഇത്രയും ഒരു ഗ്ലോബൽ ഫിനോമിനൻ ടിവിയിലായി മാറിയത് തന്നെ ഈ ഷോ അതുകൊണ്ടാണ്. ടൈവിൻ ലാനിസ്റ്ററിന്റെ ക്യാരക്ടറിനെ എടുക്കാം. ആ മനുഷ്യൻ എപ്പോൾ സ്ക്രീനിലുണ്ടെങ്കിലും എപ്പോഴും ഡയലോഗിൽ പറയുന്ന കാര്യങ്ങൾ, ആളുടെ മാസ്റ്റർ മൈൻഡ് ബുദ്ധി എല്ലാം നമുക്കിങ്ങോട്ട് സന്തോഷമാവും ആളെ കാണുമ്പോൾ. ആള് ഒരു വൃത്തികെട്ടവനാണെങ്കിലും കൂടിയിട്ട് നമുക്ക് സന്തോഷമാവും. ഇനി ആര്യ സ്റ്റാർക്കിന്റെ കാര്യം എടുക്കാം. ഒരു കുഞ്ഞു കുട്ടി, ആളുടെ ഫാമിലി സെപ്പറേറ്റഡ് ആയി പോകുന്നു, ആളുടെ ഫാമിലിനോട് ഒരുപാട് ഇൻജസ്റ്റിസ് നടക്കുന്നു. അതിനുശേഷം ആ കുട്ടിയുടെ ഒരു ഗ്രോത്ത് വളരെ നമ്മൾ റൂട്ട് ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ആര്യ സ്റ്റാർക്കിന്റെ. പിന്നീടുള്ള സീസണുകളിൽ ആര്യ സ്റ്റാർക്കിന് നടന്നത് ഞാൻ ഈ ലെങ്ത്തിൽ അവസാനത്തിലേക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ തിയോൺ ഗ്രേജോയ്, തിയോന്റെ ഒരു ആർക്ക് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർക്കാണ്. കറക്റ്റായിട്ട് അത് അവസാനിപ്പിച്ച പോലെ എനിക്ക് യാതൊരുവിധ പരാതിയില്ലാത്ത 2 ക്യാരക്ടേഴ്സാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ തിയോണും ബ്രിയനും. ബ്രിയന്റെ നൈറ്റ്ഹുഡിന്റെ സീനൊക്കെ നമുക്കിങ്ങനെ മനസ്സ് നിറഞ്ഞു പോകുന്ന സീനുകളാണ്. കാരണം അത്ര സന്തോഷം വരും. അത്രയും വെൽ ഡെവലപ്ഡ് ആയിട്ട് നമുക്ക് ആ ക്യാരക്ടറിന്റെ അടുത്തൊരു ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് റൈറ്റേഴ്സ് ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ എവിടെയാണ് ഈ ഷോ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങിയത്? സർ ബാരിസ്റ്റൺ സെൽമിയുടെ ഡെത്തിൽ നിന്നുമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഷോ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങിയത്. സർ ബാരിസ്റ്റൺ സെൽമി എന്ന് പറയുന്നത് കിങ്സ് ഗാർഡിലെ മെമ്പർ ആയിരുന്നു. ജെയ്മി ലാനിസ്റ്ററിന്റെ സീനിയർ ആയിരുന്നു. വളരെ കേപ്പബിൾ ഒരാളായിരുന്നു. സെർസിയുടെ കയ്യിലിരിപ്പുണ്ട്. അത് ടൈവിൻ ലാനിസ്റ്ററിനും എതിർപ്പുള്ള ഒരു കാര്യമായിരുന്നു സർ ബാരിസ്റ്റനെ ആളുടെ കിങ്സ് ഗാർഡിൽ നിന്ന് ഒഴിവാക്കിയതിന്. സെർസിയുടെ ഒരു കയ്യിലിരിപ്പുണ്ട് ആളെ കിങ്സ് ഗാർഡിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും. ആൾക്കും എനിക്ക് തോന്നുന്നു ജോഫ്രീനെ സെർവ് ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും ടാലന്റഡ് ആയ ഒരു നൈറ്റാണ് സർ ബാരിസ്റ്റൻ. ആളെ അവിടെ നിന്ന് ഒഴിവാക്കുകയും ആള് പിന്നീട് ഡെനേറിസിനെ ജോയിൻ ചെയ്യുകയും ഡെനേറിസിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൗൺസിലേഴ്സിൽ, അല്ലെങ്കിൽ ആളുടെ ക്വീൻസ് ഗാർഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് മാറിയ ഒരാളാണ് സർ ബാരിസ്റ്റൺ സെൽമി. സർ ബാരിസ്റ്റൺ സെൽമിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ആളുടെ ഒരു മരണം ഒരു അനാവശ്യ മരണം. എന്തിനാണ് ആൾ മരിച്ചത്, അതായത് ആ ക്യാരക്ടറിന് എന്ത് ചെയ്യാൻ കൊടുക്കണം എന്ന് എഴുത്തുകാർക്ക് അറിയാത്തത് കൊണ്ട് കൊണ്ടുപോയി കൊന്നതുപോലത്തെ ഒരു ക്യാരക്ടറായിരുന്നു സർ ബാരിസ്റ്റൺ സെൽമിയുടെ. ഇപ്പോഴും ബുക്സിൽ ആള് ജീവനോടെ ഉണ്ട്. ഇതിന്റെ അവതരിപ്പിച്ചിരിക്കുന്ന ആക്ടർ ആകട്ടെ വളരെയധികം ഈ ബുക്കിന്റെയും കാര്യങ്ങളുടെയും ഒക്കെ വളരെ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആള് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ഡിസ്കസ് ചെയ്തു എന്നുള്ളത്. അതിന് അതിന്റെ റൈറ്റേഴ്സ് പറഞ്ഞ കാര്യം. Did you have words? Did you say anything to them? I did ask and give an argument why I thought Barristan should stay. But at the end of the day, I mean, Dan and David, they'd worked out what they wanted to do. Yeah, so there was a long conversation, then we got a long letter explaining why this was a bad idea, which just made us want to kill that person that much more. So, ഇത് നമുക്ക് എന്താ ഇപ്പം ഇതിന് പറയാ, റൈറ്റേഴ്സിന്റെ ഒരു കാഴ്ചപ്പാടിൽ സർ ബാരിസ്റ്റൺ സെൽമിയുടെ ഡെത്തിന് ശേഷം ഡെനേറിസ് കുറച്ച് പാവപ്പെട്ടവരെയൊക്കെ ഡ്രാഗൺസിനൊക്കെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അത് ഡെനേറിസിന്റെ ഒരു മാഡ് ക്വീൻ ആർക്കിലേക്കുള്ള ഒരു ചലനമാണ് എന്നുള്ള രീതിയിലായിരുന്നു അവരത് ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിലും അത് ഓഡിയൻസിന് കൺവേ ആവാത്ത രീതിയിലുള്ള ഒരു ഡെത്തായിരുന്നു. ഇനി രണ്ടാമത്തെ വലിയ പ്രശ്നം, നമ്മൾ സെർസിയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. സെർസിയെ പറ്റി സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് സെർസി സെപ്റ്റ് പൊട്ടിക്കുമ്പോഴാണ്. ഐനോ സെപ്റ്റ് സെർസി പൊട്ടിക്കുന്ന സീന് എപ്പിക് സീനാണ്. അതിനുശേഷം സെർസി ആ വിൻഡോയിൽ വൈനൊക്കെ കുടിച്ച് ചില്ല് ചെയ്ത് നിൽക്കുന്നത് കാണാൻ കിടിലാണ്. പക്ഷേ അതിന് ഞാനൊന്ന് പറഞ്ഞു വരട്ടെ കാര്യങ്ങൾ. സെർസി ഈ സെപ്റ്റ് പൊട്ടിക്കുക എന്നുള്ളത് ഇപ്പം നമ്മൾ ഹൗസ് ഓഫ് ദി ഡ്രാഗണിൽ കാണുന്നുണ്ട്. സ്മോൾ ഫോക്ക് ആണ് അൾട്ടിമേറ്റ്ലി പവറുള്ള ആൾക്കാർ. അതായത് ഇപ്പം നമുക്കൊക്കെ നല്ല പവർ ഉണ്ടെന്ന് പറയുന്ന പോലെയാണ്. നമ്മളെ ഭരിക്കുന്നവരെക്കാളും ഒരുപക്ഷെ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പവർ ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ. സെർസി ആ സെപ്റ്റ് പൊട്ടിക്കുമ്പോൾ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്.
ആ സെപ്റ്റിലുള്ളവരും ആ ഹൈസ്പാരോയും മാർജറിയും അവർ മാത്രമല്ല മരിക്കുന്നത്, ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. പക്ഷെ സെർസിക്ക് അതിന് യാതൊരുവിധ കോൺസിക്വൻസസും കിട്ടുന്നില്ല സ്മോൾ ഫോക്കിന്റെ കയ്യിൽ നിന്ന്. ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ജെഫ്രീനെ എന്തൊക്കെയോ വേസ്റ്റ് ഒക്കെ എടുത്ത് എറിഞ്ഞ ആൾക്കാരാണ് അവിടുത്തെ സ്മോൾ ഫോക്ക്. നമ്മൾ ഹൗസ് ഓഫ് ദ ഡ്രാഗണിലും കാണുന്നുണ്ട്. ഇനി വരുന്ന ഹൗസ് ഓഫ് ദ ഡ്രാഗണിലെ സീസണുകളിൽ സ്മോൾ ഫോക്കിന്റെ പവർ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ ആർക്കും യാതൊരുവിധ പ്രൊട്ടസ്റ്റും ഇല്ല സെർസി ചെയ്തേനെ എന്നുള്ളത്. ഒരുപാട് പേര് അതിൽ മരിച്ചിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണത്? ഈ ആക്ഷൻസിന് കോൺസിക്വൻസസ് ആണ് പലപ്പോഴും ഗെയിം ഓഫ് ത്രോൺസിന്റെ ഒരു രസം. നെഡ് സ്റ്റാർക്കിന് എന്താണ് പറ്റിയത്? നെഡ് സ്റ്റാർക്കിന്റെ ഒരു മണ്ടൻ ആക്ഷൻ കാരണമാണ് നെഡ് സ്റ്റാർക്കിന് ഇതിന്റെ കോൺസിക്വൻസസ് ഉണ്ടായത്. അതാണ് ഗെയിം ഓഫ് ത്രോൺസിന്റെ രസം. അല്ലെങ്കിൽ റോബ് സ്റ്റാർക്ക് എന്തുകൊണ്ട് റെഡ് വെഡിങ് എന്തുകൊണ്ട് സംഭവിച്ചു? റെഡ് വെഡിങ് ഫ്രേസിന് റോബ് സ്റ്റാർക്ക് കൊടുത്തൊരു പ്രോമിസ് കൊടുത്തത് പാലിക്കാണ്ടിരുന്നത് കൊണ്ടാണ് ഫ്രേസർ റോബ് സ്റ്റാർക്കിനെ കൊന്നത്. ആ ഒരു ആക്ഷന് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ അതിനൊരു കോൺസിക്വൻസസ് ഉണ്ടാവും. സെർസിക്ക് അത് കഴിഞ്ഞപ്പോൾ കോൺസിക്വൻസസ് ഇല്ല. പിന്നെ സെർസി ഒരു മാഡ് ക്വീൻ ആയിട്ട് ടേൺ ആകുന്നു എന്നുള്ള രീതിയിലെങ്കിലും കഥ പോയിരുന്നെങ്കിൽ മേ ബി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയേനെ. കാരണം മാഡ് കിങ് ഏരീസിന്റെ സ്റ്റാഷാണ് സെർസി എടുത്ത് പൊട്ടിക്കുന്നത്. ആ പൊട്ടിക്കുന്നത് അതിനുശേഷം സെർസി കാണിച്ചു കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇനി ഡെനേറിസ് വരുമ്പോൾ കീഴടങ്ങാൻ തയ്യാറാവാത്തത്, സോംബീനെ കൊണ്ടുവന്നിട്ട് സെർസി പിന്നെയും നോർത്തിന് വേണ്ടി റെഡിയാവും. ഇതൊക്കെ ഒരു മാഡ്നെസിന്റെ ആർക്കായിട്ട് വേണമെങ്കിൽ ഇവർക്ക് കൊണ്ടുപോകുമായിരുന്നു. ജെയ്മിയുടെ റിഡംഷൻ പ്ലാൻ ആയിട്ടും അത് കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ അല്ല, സെർസിക്ക് പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു സീനിന് ശേഷം സെർസിക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. സെർസിക്ക് വലിയ എനിമീസ് ഒന്നുമില്ല. സെർസി ഇങ്ങനെ എനിക്ക് തോന്നുന്നു 7ാമത്തെ സീസണിൽ 6-7 കഴിഞ്ഞിട്ടും അങ്ങോട്ട് സെർസി എപ്പോൾ നോക്കിയാലും ഉണ്ടാവും വിൻഡോയിൽ വൈനും കുടിച്ച് അവിടെ നിപ്പാണ്. കാരണം എന്ത് ചെയ്യണം ആ ക്യാരക്ടറിനെ കൊണ്ട്? അത്രയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്യാരക്ടറാണത്. ഇപ്പോൾ ഈ ഹൗസ് ഓഫ് ദ ഡ്രാഗണിലൊക്കെ സെർസി ഉണ്ടെങ്കിൽ ഇത് 2 എപ്പിസോഡിൽ പരിപാടി തീർന്നേനെ. കാരണം അത്രയധികം കയ്യിലിരിപ്പുള്ളൊരു ക്യാരക്ടറാണ് സെർസിയുടെ. പക്ഷെ അതിനൊന്നും കൊടുക്കാണ്ട് അത് അങ്ങോട്ട് സപ്രസ് ചെയ്ത പോലെയാണ്. അപ്പോൾ ആ ഒരു മൊമെന്റ് കിടിലമാണെങ്കിലും അതിന് കോൺസിക്വൻസസ് ഇല്ലായ്മ എന്നുള്ളത് ആണ് സ്ലോലി ഡിറ്റീരിയറേറ്റ് ചെയ്യാൻ ഷോ തുടങ്ങുന്നതിൻ്റെ ഒരു തുടക്കം അവിടെയാണ്. ഇനി സെർസിയുടെ കാര്യത്തിൽ വേറെ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സെർസിക്ക് ഒരു പ്രോഫസി കിട്ടുന്നുണ്ട് കുഞ്ഞായിട്ടിരിക്കുമ്പോൾ. അത് നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിൽ കാണുന്നതാണ്. മാഗി ദ വിച്ച് ആണെന്ന് തോന്നുന്നു സെർസിക്ക് ആ പ്രോഫസി കൊടുക്കുന്നത്. സെർസിയുടെ അടുത്ത് പറയുന്നത് നീ ക്വീൻ ആയിരിക്കും, പക്ഷെ അത് കഴിയുമ്പോൾ നിന്നേക്കാളും സുന്ദരിയായ വേറൊരു ക്വീൻ വരും. മാർജറി ക്വീൻ എന്നുള്ളതിൽ നിലനിൽക്കുന്നതിന് മുന്നേ തന്നെ സെപ്റ്റ് പൊട്ടിത്തെറിച്ച് മരിച്ചുപോയി. പിന്നെ ആരാണ്? ബ്രാനാണോ സെർസിനേക്കാളും ഭംഗിയുള്ള ക്വീൻ? ഡിഡ് ലാൻഡ്. പിന്നെ ഫൈനൽ മൊമെന്റ്സിൽ സെർസി ഡെനേറിസിന്റെയും ടിറിയന്റെയും കാര്യങ്ങൾ ഡീൽ ചെയ്തത് വെറുതെ മിസാണ്ടയെ കൊല്ലുന്നു. ഇത്രയധികം സ്കോർപ്പിയൻസ് അവിടെ നിൽക്കുന്നുണ്ട്. ഡാനിയുടെ കയ്യിൽ ഒരു ഡ്രാഗനെ ബാക്കിയുള്ളൂ. അതിനെ കൊല്ലാണ്ട് മിസാണ്ടേനെ എന്തിനാണ് കൊന്നത്? വെറുതെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ എന്താണ്? ഒരു കുറേ പോയിന്റ്ലെസ് ആയ ആക്ഷൻസിന്റെ ഒരു കൾമിനേഷനോ, അത് കഴിഞ്ഞ് കല്ല് വീണ് മരിക്കലും. അങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിന്റെ കാര്യം. ഇനി നമുക്ക് സെർസിയുടെ ബ്രദറിലേക്ക് പോവാം, ജെയ്മി ലാനിസ്റ്റർ. ജെയ്മി ലാനിസ്റ്ററിനെ നമ്മൾക്ക് സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ ബ്രാൻ സ്റ്റാർക്കിനെ തള്ളിയിട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആള്. എല്ലാത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം ബ്രാൻ സ്റ്റാർക്കിനെ തള്ളിയിടുന്നത്. അത് ചെയ്യുന്ന ആള് ജെയ്മി ലാനിസ്റ്റർ ആണ്. തിങ്സ് യു ഡു ഫോർ ലവ് എന്നാണ് ജെയ്മി ലാനിസ്റ്റർ അതിന് പറയുന്നത്. ജെയ്മി ലാനിസ്റ്ററിന്റെ പല ആക്ഷൻസും സെർസിനോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ആളുടെ ഉറ്റവരോടുള്ള സ്നേഹം കൊണ്ട് സ്മോൾ ഫോക്കിനെ പറ്റി കെയർ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ജെയ്മി ലാനിസ്റ്റർ എന്തിനു പിന്നെ മാഡ് കിങ് ഏരിസിനെ കൊന്നു? ആ ഒരു കിങ് സ്ലെയർ ആണ് ജെയ്മി ലാനിസ്റ്റർ എന്നുള്ളൊരു ചീത്തപ്പേര് മേടിച്ചു വെച്ചെങ്കിലും ആ ഒരു ബേർഡൻ അയാൾ എല്ലാവരെയും തീർത്തേനെ, അയാളുടെ കയ്യിൽ പവർ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ ആ ഒരു ബേർഡൻ ഏറ്റെടുത്ത ആള് സ്ലോലി ആളുടെ ക്യാരക്ടർ മാറുന്നതിനേക്കാളും ജെയ്മി ലാനിസ്റ്ററിന്റെ ഒരു റിഡംഷൻ അത് പതുക്കെ അവർ ബിൽഡ് ചെയ്താണ് കൊണ്ടുവരുന്നത്. നമ്മൾ അത്രയധികം വെറുത്തിരുന്നൊരു ക്യാരക്ടറിനോട് നമുക്ക് പിന്നീട് സഹതാപം തോന്നുന്ന രീതിയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ അതൊക്കെ കുളങ്ങല്. You're an actor. Just say the words. They didn't say it like that, but that was kind of that was the gist of it. Yeah. I've gone through these song and dance routines every season since season 4, where I come back and I'm like, this doesn't make sense. I don't know how to do this. How do you do this? And they go, yeah, we hear you. Just try it. സെർസി ഒരു മാഡ് ക്വീൻ ആയി മാറുമെന്നും അത് കഴിഞ്ഞ് ജെയ്മി ആളെ കൊല്ലുമെന്നും പല സ്പെക്കുലേഷൻസും ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് എന്താണ് ഉണ്ടാവുന്നത്? ജെയ്മി ലാനിസ്റ്റർ ബ്രിയൻ ഓഫ് ടാത്തിന്റെ കൂടെ ചേരുകയും പക്ഷെ എന്നിട്ട് വിന്റർഫെല്ലിൽ പോയിട്ട് നോർത്തേണേഴ്സിന്റെ കോസിനെ ജോയിൻ ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് ഒരു ആവശ്യമില്ലാണ്ട് അവസാന മൊമെന്റിൽ എനിക്ക് സെർസിനെ മതി എന്നും പറഞ്ഞ് അവിടെ പോയിട്ട് കല്ലും മണ്ണും വീണ് മരിക്കുകയും ചെയ്യുന്നു. ഇത് മേക്സ് നോ സെൻസ് ഫോർ ദാറ്റ് ക്യാരക്ടർ. അപ്പൊ നമുക്ക് ആ ക്യാരക്ടറിനോടുള്ളൊരു കണക്ട് വിട്ടുപോവുകയും അതിനുശേഷം ഒരു പോയിന്റ് കഴിയുമ്പോൾ ആളി ചെയ്യുന്നതല്ല എന്തിനും ഞാൻ ഇത് കാണണേ എന്ന് തോന്നൽ ഒരു വ്യൂവറിൽ ഉണ്ടാക്കുകയും ചെയ്തു. ഇനി നമുക്ക് ആര്യ സ്റ്റാർക്കിന്റെ കാര്യം പറയാം.
ആര്യ സ്റ്റാർക്ക് എന്നുള്ള ക്യാരക്ടർ ചെറുപ്പം തൊട്ടിട്ട് ഭയങ്കര ബാഡാസ് ആയിട്ട്, അതായത് ആൾക്ക് ഫൈറ്റ് ചെയ്യാനും വാൾപ്പയറ്റിലും ഒക്കെ ആയിരുന്നു താല്പര്യം. പക്ഷെ പെൺകുട്ടി ആയതുകൊണ്ട് ആളോട് തുന്നാൻ വിടുന്നു. അങ്ങനെ ജോൺ സ്നോ ആളുടെ വളരെ കെയറിങ്ങും ലവിങ്ങും ആയിട്ടുള്ള ബ്രദർ ആൾക്ക് നീഡിൽ എന്നുള്ളൊരു ഇത് കൊടുക്കുന്നു. ആൾ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പിന്നീട് നടന്ന കോൺഫ്ലിക്റ്റുകളെ എങ്ങനെ നേരിടുന്നു. ഈ ഒരു വലിയൊരു കോൺഫ്ലിക്റ്റിൽ ആളുടെ അച്ഛൻ ട്രേറ്ററും ആളുടെ ബ്രദറും ട്രേറ്ററായ ഒരു കോൺഫ്ലിക്റ്റിൽ ആൾക്ക് നഷ്ടപ്പെടുന്നതായ ആളുടെ കുടുംബത്തിനെയാണ്. ആ വുൾഫ് പാക്ക് നഷ്ടപ്പെട്ട് ആ കുടുംബത്തിലേക്ക്, ആ വിന്റർഫെല്ലിലേക്ക് തിരിച്ചു പോകാൻ സ്ട്രൈവ് ചെയ്യുന്ന ഒരു ആര്യ സ്റ്റാർക്കിനെയാണ് നമ്മൾ ഇനീഷ്യൽ സീസൺസിൽ കാണുന്നത്. അതിനുശേഷം ആള് ഫേസ്ലെസ് മെന്നിനെ കാണുന്നു, ജാക്വൻ ഹഗാറിനെ കണ്ടുമുട്ടുന്നു. അതിനുശേഷം അവിടെ ട്രെയിൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ആളുടെ കുടുംബത്തിനോട് ചെയ്ത തെറ്റുകളുള്ളവരെ എല്ലാം കൊന്നുകളയണം എന്നുള്ള ഒരു ലിസ്റ്റ് ആള് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ എന്നിട്ടും ആളുടെ സ്വഭാവത്തിൽ വരുന്ന ഗ്രോത്ത്, അതായത് ഹൗണ്ടിനെ കൊല്ലാൻ ആൾക്കൊരു ചാൻസ് കിട്ടുന്നുണ്ട്, പക്ഷെ ആ ചാൻസ് എടുക്കുന്നില്ല. ആ ഗ്രോത്തും വളരെ നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ കയ്യുന്ന കാര്യങ്ങൾ പോകും. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇവർക്ക് ഈ ക്യാരക്ടറിനെ വെച്ച് എന്ത് ചെയ്യണം എന്നറിയില്ല, അപ്പാർട്ട് ഫ്രം സബ്വേർട്ടിങ് എക്സ്പെക്ടേഷൻസ്. ആള് ഫേസ്ലെസ് മെന്നിൽ പോയിട്ട് വലിയ അസാസിൻ ആവുന്നു. ആളുടെ കയ്യിൽ ഭയങ്കര കിടിലൻ കപ്പാസിറ്റി ഉണ്ട്. അവിടെ വെച്ച് ഫേസ്ലെസ് മെന്നിന്റെ അടുത്ത് പോയിട്ട് ആൾക്കുണ്ടാവുന്ന വേഫ് എന്നുള്ള ആ ഒരു കൂടെ ഉണ്ടായിരുന്ന ട്രെയിൻ ചെയ്തിരുന്ന അസാസിനോ ആള് ഒരുപാട് ആര്യ സ്റ്റാർക്കിനെ കുത്തും. അതായത് ഈ പ്ലോട്ട് ആർമർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ാണ് കൊടുത്തേക്കുന്നത് ആര്യ സ്റ്റാർക്കിനൊക്കെ. ഒരു തരത്തിലും ആര്യ സ്റ്റാർക്കും ജോൺ സ്നോയും ഇവരൊന്നും മരിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അത്ര ജോൺ സ്നോന്റെ വലേറിയൻ സ്റ്റീലിനേക്കാളും തിക്കാണ് പ്ലോട്ട് ആർമർ. അങ്ങനെ കൊടുത്തിരിക്കുന്ന പ്ലോട്ട് ആർമർ കാരണം ആര്യ സ്റ്റാർക്കിന് അത്രയും കത്തി വെച്ച് കുത്തു കിട്ടിയിട്ടും ആര്യ സ്റ്റാർക്ക് മരിക്കില്ല. ഇത് കുഡ് ബി ദ റൈറ്റേഴ്സ് ഷോയിങ് ദാറ്റ് ആളും ഓൾമോസ്റ്റ് മരിച്ച് ജീവിച്ച ആളാണ്, ഷീ കുഡ് ബി ദ പ്രിൻസ് ദാറ്റ് വാസ് പ്രോമിസ് എന്ന് കാണിക്കുന്നതുമായിരിക്കാം. പക്ഷെ അത് നമുക്ക് കൺവിൻസിങ് അല്ല. അതിനുശേഷം ആള് ഫേസ്ലെസ് മെന്നിനെ ഡെസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് അവിടെയും ആൾക്ക് അതിനൊരു കോൺസിക്വൻസസും ഇല്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അത്രയും ആൾ ആഗ്രഹിച്ച കാര്യം ആളുടെ വീട്ടിലേക്ക് പോവുക. പക്ഷെ ആളുടെ ലിസ്റ്റിലുള്ള മെയിൻ ആള് സെർസിയാണ്. ആളുടെ അച്ഛന്റെ മരണത്തിന് കാരണവും സെർസിയാണ്. വിന്റർഫെല്ലിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു അനാവശ്യ റൈവലറി. അത്രയും ആളുടെ ഫാമിലിനെ സ്നേഹിച്ചിരുന്ന അവരുടെ അടുത്ത് തിരിച്ചെത്തുമ്പോൾ സാൻസിയും ആര്യയും തമ്മിൽ ഒരു അനാവശ്യ റൈവലറി അവർ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സെർസിനെ ആക്ച്വലി കൊല്ലാൻ ഏറ്റവും കിടില ആള് ആര്യ സ്റ്റാർക്ക് അല്ലേ. അവർ ലിറ്റിൽ ഫിംഗറിനെ കൊന്നപ്പോൾ ആളുടെ ഫേസും എടുത്ത് പോയിരുന്നെങ്കിൽ ആര്യ സ്റ്റാർക്കിന് അത്രയും സ്നീക്ക് അറ്റാക്കിന്റെ ആളാണ്. ഡാഗറൊക്കെ മേടിച്ച് നൈറ്റ് കിങ്ങിന്റെ അത്രയും ജനറൽസിനെയൊക്കെ സർപ്പാസ് ചെയ്ത് നൈറ്റ് കിങ്ങിനെ കൊണ്ടുവന്ന് കൊല്ലുന്ന ആൾക്ക് എന്താണ് അവർ ആര്യ സ്റ്റാർക്കിന്റെ സെർസിന്റെ അടുത്തേക്ക് വിടാണ്ടിരുന്നത്? ഈ നൈറ്റ് കിങ് കഴിഞ്ഞിട്ട് മേജർ കോൺഫ്ലിക്റ്റ്, അതായത് നൈറ്റ് കിങ്ങിനേക്കാളും വലിയ കോൺഫ്ലിക്റ്റും വലിയ പ്രശ്നക്കാരിയായിട്ട് കാണിച്ചിരുന്നത് സെർസിനെയാണ്. സെർസിനെ അസാസിനേറ്റ് ചെയ്യാൻ ആര്യനേക്കാളും ബെറ്റർ ഒരു കാൻഡിഡേറ്റ് ഉണ്ടോ? ആര്യ കുറേ കാലം കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് അയ്യോ സെർസി മരിച്ചു പോയി എന്ന് പറയുന്ന പോലെ. പിന്നെ ആര്യ സ്റ്റാർക്കിന്റെ ഒരു ഇതിൽ മേ ബി ആൾ അത്രയും കിടിലായിരിക്കും സ്നീക്ക് ചെയ്യുന്നതിൽ, അതുകൊണ്ടായിരിക്കും ആള് നൈറ്റ് കിങ്ങിന്റെ ജനറൽസിനെ ക്രോസ് ചെയ്ത് അവിടെ എത്തിയത്. പക്ഷേ നൈറ്റ് കിങ് ആൾക്കാരെ തൊട്ടാൽ അവർ വൈറ്റ്സ് ആയിട്ട് മാറുന്നത് കാണിക്കുന്നുണ്ട്, പിന്നെ സോംബി ആയിട്ട് മാറുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ആര്യ സ്റ്റാർക്കിനെ തൊട്ടപ്പോൾ ആര്യ സ്റ്റാർക്ക് സോംബി ആയില്ല? ഒരുപാട് ഹോളുകളാണ് ഈ പ്ലോട്ടിൽ. ഒന്നും രണ്ടും അല്ല, ഒരുപാട് ഇഷ്യൂസ് ആണ് ഈ ഒരു ഫൈനൽ സീസണിലേക്ക് വരുമ്പോൾ കാര്യങ്ങളിൽ. പിന്നെ നമുക്ക് വാരിസിന്റെയും ലിറ്റിൽ ഫിംഗറിന്റെയും കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. അവരുടെ ഒരു കോൺഫ്ലിക്റ്റ്, അവരുടെ ഒരു പൊളിറ്റിക്സ് ആയിരുന്നു ആദ്യത്തെ 4 സീസണിൽ. ഈ നടക്കുന്ന എല്ലാവിധ കുത്തിത്തിരിപ്പിന്റെയും പിറകിൽ ആക്ച്വലി നോക്കിയാൽ ഇവർ രണ്ടുപേരുടെയും കരങ്ങളുണ്ടാവും. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ ഡെനേറിസിന്റെ അടുത്ത് എത്തിയതിനു ശേഷം വാരിസ് ഒരു പിറകിലുള്ള ഒരാളായി മാറും. അഭിപ്രായങ്ങളൊന്നുമില്ല. വെറുതെ വാരിസ് അങ്ങോട്ട് പോയിട്ട് ഒരു ജോൺസ്നോ ആണ് ടാർഗേറിയൻ എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുകയും വെറുതെ മരിച്ചു പോവുകയും ചെയ്യും. അതായത് വാരിസിന് ഡെനറിസ് ഇറങ്ങിത്തിരിക്കുന്നതേ വെസ്ട്രോസ് കോൺകർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്ത് കണ്ടിട്ടാണ് അവരുടെ പിറകെ പോകുന്നത്? അത് പോയിട്ട് കോൺകർ ചെയ്യുമ്പോൾ ഡെനറിസ് കോൺകർ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേനും സർപ്രൈസ് പിക്കാച്ചു ഫേസ് ആണ്. അതിൻ്റെ ഒരു ആ ആക്ടർ അഭിനയിച്ച ആക്ടർ വളരെ വോക്കലായിരുന്നു അതിനെ പറ്റിയിട്ടുള്ള ഒരു Without telling us anything, because I know you can't, are you all happy with the way with the outcome of the show? Personally, or just എന്താ പറയുക, ആൾക്കുള്ള ബുദ്ധിമുട്ടിൽ. കാരണം ആൾക്ക് പോലും അത് അംഗീകരിക്കാൻ പറ്റിയില്ല. ലിറ്റിൽ ഫിംഗറിന്റെ കാര്യത്തിലാണെങ്കിൽ പീറ്റർ ബെയിലിഷ് എന്ന് പറയുന്ന ആൾ ഏറ്റവും ബുദ്ധിയുള്ള ആൾ, ഏറ്റവും കുതന്ത്രങ്ങളുള്ള ഒരാള്, ഏറ്റവും കയ്യിലിരിപ്പുള്ള ഒരാള്. ആളെ സാൻസ നൈസായിട്ട് അങ്ങ് കൊന്നുകളഞ്ഞു. അത് ലിറ്റിൽ ഫിംഗർ ഒരിക്കലും ചെന്ന് പെടാൻ പറ്റാത്തൊരു ട്രാപ്പിൽ പോയിട്ട് ലിറ്റിൽ ഫിംഗറിന് ഒരു ബുദ്ധിയില്ലാത്തവനാക്കി പെട്ടെന്ന്.
അത്രയും കയ്യിലിരിപ്പുള്ള അത്രയും ബുദ്ധിയുള്ള ഒരാൾ പെട്ടെന്ന് എങ്ങനെയാ ഒട്ടും ബുദ്ധിയില്ലാത്തവനാവുക. പണ്ടും സാൻസേനെ ലിറ്റിൽ ഫിംഗറിന് ഇഷ്ടമുള്ളതിനേക്കാളും ഇഷ്ടമുണ്ടായിരുന്നു കേറ്റ്ലിൻ സ്റ്റാർക്കിനെ. എന്നിട്ടും കേറ്റ്ലിൻ സ്റ്റാർക്കിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു ലിറ്റിൽ ഫിംഗർ. പെട്ടെന്ന് എങ്ങനെ സാൻസേന്റെ ട്രാപ്പിൽ വീണു എന്നുള്ളത് നമുക്ക് കൺവിൻസിങ്ങേ ആയിട്ട് തോന്നില്ല. ഇനി നമുക്ക് ടിറിയൻ ലാനിസ്റ്ററിനെ പറ്റി പറയാം. ഞാൻ ഓരോരോ ക്യാരക്ടറിനെ പറ്റിയിട്ട്, അതായത് മേജർലി നമുക്ക് സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ നടന്ന ക്യാരക്ടേഴ്സിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. കാരണം എല്ലാവരെയും പറ്റി പറയാനാണെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. ടിറിയൻ ലാനിസ്റ്റർ ആണ് ഏറ്റവും കൂടുതൽ ഡിറ്റീരിയോറേറ്റ് ചെയ്ത ക്യാരക്ടർ. ഈ ഒരു ഹോൾ ജോർജ് ആർ മാർട്ടിന്റെ റെഫറൻസ് ബുക്സ് തീർന്നു പോയപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷതം സംഭവിച്ച ക്യാരക്ടർ എന്ന് പറയാനുണ്ടെങ്കിൽ ടിറിയൻ ലാനിസ്റ്റർ ആണ്. തുടക്കത്തിലെ സീസണുകളിൽ അബദ്ധങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ പോലും അത്രയും കണ്ണിങ് ആയ ഒരു ക്യാരക്ടർ ഡെനേറിസിന്റെ അടുത്ത് എത്തുമ്പോൾ പിന്നെ ചെയ്യുന്നത് ഫുള്ള് എൻഡ് ടു എൻഡ് സ്റ്റുപ്പിഡിറ്റിയാണ്. എല്ലാ ഡിസിഷൻസും മോശമാണ്. വൈറ്റ്സിനെ കൊണ്ടുവന്ന് സേഴ്സീനെ കൺവിൻസ് ചെയ്യാന്ന് ആരാണ്? ആ ടിറിയൻ ലാനിസ്റ്ററിന്, അതായത് യു കനോട്ട് റീസൺ വിത്ത് സേഴ്സി എന്ന് പലവട്ടം പറയുന്ന ടിറിയൻ ലാനിസ്റ്റർ പിന്നെ എന്തിനാണ് ഡെനേറിസിന്റെ പിറകെ നടന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്? അത് കേൾക്കുന്ന ഡെനേറിസ് അതിലും വലുത്. ഈ ക്യാരക്ടറിനെ പറ്റി പറയാനാണെങ്കിൽ എല്ലാ തരത്തിലും, അതായത് ആളുടെ ജോക്സ് തൊട്ട് ആളുടെ ഇന്റൻഷൻസ് തൊട്ട് ആളുടെ സ്ട്രാറ്റജി തൊട്ട് എല്ലാ തരത്തിലും ഒന്നും അല്ലാണ്ടായി പോയൊരു ക്യാരക്ടറാണ് ടിറിയന്റെ. Terrifying down there. We're in a crypt. Nobody thought of that. He's bringing all the dead people back to life, and they put the women and children in a crypt with all the dead people. So, rah. Tyrion is smart, but I guess not that smart. ഒട്ടും ബുദ്ധിപരമല്ലാത്ത ഡിസിഷൻസ് ആണ് ടിറിയൻ എല്ലാ സാഹചര്യങ്ങളിലും ഒരു 4th സീസൺ കഴിഞ്ഞതിന് ശേഷം എടുക്കുന്നത്. അത് അത്രയും ബുദ്ധി ഉണ്ടായിരുന്നൊരു ക്യാരക്ടർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് എൻ്റെ ഫേവറേറ്റ് ടെസ്റ്റ് ക്യാരക്ടറായിരുന്നു ടിറിയൻ ലാനിസ്റ്റർ. പിന്നെയുള്ള സീസണൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ഇത് ശരിയാവുമായിരിക്കും അല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ പിന്നെ കാര്യങ്ങൾ അങ്ങനെ കയ്യിൽ നിന്ന് പോകുക തന്നെയാണ്. പിന്നെയും കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുക തന്നെയാണ്. അതുപോലെ ഭയങ്കര ബിൽഡപ്പ് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു ബ്രാൻ സ്റ്റാർക്കിൻ്റെത്. ബ്രാൻ സ്റ്റാർക്കിൻ്റെ എന്തിനാണ് ബ്രാൻ സ്റ്റാർക്ക് 3-eyed raven ആയത്? ഒരു തിയറി ഉണ്ട്, ബ്രാൻ സ്റ്റാർക്ക് ഇവരെല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്യായിരുന്നു എന്നും അതുകൊണ്ടാണ് ടിറിയൻ ഏറ്റവും നല്ല കഥ ബ്രാനോ എങ്ങനെ എനിവേ ഏറ്റവും നല്ല കഥയുള്ളത് ബ്രാനായതുകൊണ്ട് ബ്രാനിനെ നമുക്ക് കിങ് ആക്കാം. അപ്പോൾ ബ്രാൻ ഇങ്ങനെ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്നാണ് വിചാരിച്ച്. അപ്പോൾ ബ്രാൻ സ്റ്റാർക്കിന്റെ കാര്യം പറയാനാണെങ്കിൽ ആള് വോളിന് പുറത്തേക്ക് പോകുന്നു. ജോർജൻ റീഡും മീറ റീഡും ആളുടെ കൂടെ ഉണ്ട്. അതിനുശേഷം ജോർജൻ റീഡിന്റെ ശരീരം കഴിച്ചിട്ടാണ് ആൾക്ക് പിന്നെയും പവർഫുൾ ആവുന്നത് എന്ന് പറയുന്നുണ്ട്. 3-eyed raven മാനിപ്പുലേറ്റ് ചെയ്യായിരുന്നു എന്ന് പറയുന്നുണ്ട്. ജോൺ സ്നോന്റെ ലീനിയേജ് അല്ലെങ്കിൽ പാരന്റേജ് വെളിപ്പെടുത്തുന്നത് ബ്രാൻ സ്റ്റാർക്കാണ്. നൈറ്റ് കിങ് മാർക്ക് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് ആ വോളിന്റെ മാജിക്കൽ പവേഴ്സ് ഇല്ലാണ്ട് ആക്കുന്നത് ബ്രാൻ സ്റ്റാർക്കാണ്. ഒരുപാട് പണി ഒപ്പിക്കും, പക്ഷെ ഒരു ബെനിഫിഷ്യലായ ഒരു പണി ഒപ്പിക്കില്ല ആളുടെ പവർ വെച്ചിട്ട്. ജോൺ സ്നോന്റെ പാരന്റേജ് അല്ലെങ്കിൽ ആളുടെ ഒരു ടാർഗേറിയൻ ആണെന്ന് റിവീൽ ചെയ്തുകൊണ്ട് ഇപ്പൊ എന്താ അവിടെ ഉണ്ടായത്? ഒന്നും നടന്നില്ല. നൈറ്റ് കിങ് വരുമ്പോ ബ്രാനിനെ തേടിയിട്ടാണ് നൈറ്റ് കിങ് വരും എന്ന് പറയുന്നു. പക്ഷെ അതിനുശേഷം അവരുടെ സ്ട്രാറ്റജി എന്താണ്? ഒന്നുമില്ല. അത് ബ്രാൻ ആര്യ ഡാഗർ കൊടുത്തിട്ട് ആര്യ കൊല്ലുന്ന സീരിയസ്ലി മാൻ. അതായത് ബ്രാൻ സ്റ്റാർക്കിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ സ്റ്റാർക്ക് അവരെങ്ങനെ വന്നു, അവർ ആൻഡൽസിൽ പെട്ട ആളല്ല. അതായത് ആൻഡൽസിനെ റെസിസ്റ്റ് ചെയ്ത ആൾക്കാരാണ് സ്റ്റാർക്ക്. അപ്പോൾ അവരുടെ ഒരു വാള് ബിൽഡ് ആയതിൻ്റെ തിയറികൾ, ബ്രാൻഡ് ബിൽഡറിനെ പറ്റി, 3-eyed raven പറ്റി അങ്ങനെ വലിയ എക്സ്പാൻഡ് ചെയ്ത് പറയേണ്ടി വരും. അപ്പോൾ അതിന് ഈ വീഡിയോ പോരാ. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുകയാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ചെയ്യാം. ഇനി നമുക്ക് ജോൺ സ്നോനെ പറ്റി പറയാം. പിന്നെ ജോൺ സ്നോനെ പറ്റിയും ഡെനേറിസിനെയും പറ്റി പറയുമ്പോൾ ദ പ്രിൻസ് ദാറ്റ് വാസ് പ്രോമിസ്ഡിനെ പറ്റി പറയണം. പക്ഷെ അത് ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല. അത് ഞാൻ ഡേമൻ്റെ വിഷനിൽ ഒരുപാട് എലാബറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്, അത് പോയി കാണാം. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ജോൺ സ്നോ എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഫാന്റസി ഹീറോ. അതിനുള്ള എല്ലാ ചേരുവകളും ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടർ. കിറ്റ് ഹാരിങ്ടൺ വളരെ കിടിലായിട്ട് അഭിനയിച്ച ഒരു ക്യാരക്ടർ. ഈ സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കാണുന്നുണ്ട് റോബർട്ട് ബരാത്തിയൻ വിന്റർഫെല്ലിൽ വരുന്നിട്ട് ആദ്യം കാണുന്നെന്ന് പറയുന്നത് ക്രിപ്റ്റ്സ് ആണ്. ആളുടെ അമ്മയുടെ ശവകുടീരത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അവിടുന്ന് തൊട്ട് എത്രയോ ഈസ്റ്റർ എഗ്സ് ഉണ്ട് ജോൺ സ്നോന്റെ പാരന്റേജിനെ പറ്റിയിട്ട്. പക്ഷെ അതൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ്. അവസാനം എന്തൊക്കെയോ നടക്കുകയാണ്. എന്തിനാണ് ജോൺ സ്നോ ഒരു പ്രിൻസ് ദാറ്റ് വാസ് പ്രോമിസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ടാർഗേറിയൻ ആയത് എന്നതിന് പോലും ഒരു റിലവൻസ് സീസൺ 8 വന്നപ്പോൾ ഇല്ല.
ഇതിലൊക്കെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ജോർജ് ആർ ആർ മാർട്ടിൻ ഇവർക്കാണ് ഇതിന്റെ റൈറ്റിംഗിന്റെ ജോബ് കൊടുക്കേണ്ടത്. ഡേവിഡ് ബെനിയോഫിനും ഡി ബി വെയ്സിനും ഇതിന്റെ റൈറ്റിംഗ് ജോബ് കൊടുക്കാനുള്ള കാരണം തന്നെ ജോൺ സ്നോന്റെ പാരന്റ്സ് ആരായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് അവർക്ക് ഇത്ര വായിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. Why is it ending? I don't know. Ask David and Dan when they come through. എന്നിട്ട് ആ ഒരു ഇൻഫർമേഷൻ ബ്രാൻഡ് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ലാണ്ട് ആണല്ലേ, എന്നിട്ട് ഡെനേറിസുമായിട്ടുള്ള ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ടൂളായിട്ട് അതിനെ ഉപയോഗിച്ച് അത് വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. We hope to kind of avoid the expected, and Jon Snow has always been the hero, the one who's been the savior, but it just didn't seem right to us for this moment, knowing that it was going to be Arya who delivers that fatal blow. And I think some writers do that. And I think that's always a mistake. Yeah. You know, if you've planned your book that the butler did it, and then you read on the internet, someone has figured out that the butler did it, and you suddenly change in midstream and it was the chambermaid who did it, then you screw up the whole book, because you get this foreshadowing early on, and you've got these little clues you planted. Now they're dead ends, and you have to introduce other clues, and you're retconning. It's a mess. ജോൺ സ്നോ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ക്യാരക്ടറാണ്. കാരണം വിന്റർഫെല്ലിൽ നെഡ് സ്റ്റാർക്കിന്റെ ബാസ്റ്റഡ് ആയിട്ടാണ് ജോൺ സ്നോ ജീവിക്കുന്നത്. ആൾക്ക് അവിടെ വളരെയധികം തഴയപ്പെട്ട കേറ്റ്ലിൻ സ്റ്റാർക്ക് പ്രിൻസസ് റെയ്നീസിനെ പോലെ നല്ലൊരു ഒരു വ്യക്തിയായിരുന്നല്ലോ ഈ ഒരു കാറ്റഗറിയിൽ. ആള് ജോൺ സ്നോനെ എപ്പോഴും നെഡ് സ്റ്റാർക്കിന്റെ ചീറ്റിങ്ങിന്റെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ റോബ് സ്റ്റാർക്കിന്റെ ഒരു എതിരാളിയായിട്ടും ആണ് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജോണിന് ഒരിക്കലും ആ ഒരു കുടുംബത്തിൽ കേറ്റ്ലിന്റെ അടുത്തുനിന്ന് അക്സെപ്റ്റൻസ് ഇല്ലായിരുന്നു. കാസിൽ ബ്ലാക്കിൽ പോകുമ്പോഴും ജോൺ സ്നോനെ സംബന്ധിച്ച് ജോൺ സ്നോ എല്ലാം കിട്ടി വളർന്ന ഒരാളാണ്. അക്സെപ്റ്റൻസും മറ്റു കാര്യങ്ങളും ഇല്ലെങ്കിലും ഒരു വിന്റർഫെല്ലിൽ ഒരു റോയൽ ഫാമിലീൻ്റെ അണ്ടറിൽ വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർക്ക് ആർക്കും ജോൺ സ്നോനെ ഇഷ്ടമല്ല. പിന്നീട് ജോൺ സ്നോ പതിയെ അവരുടെ റെസ്പെക്ട് ഏൺ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അത് ആൾക്കാർ റെസ്പെക്ട് കിട്ടുന്നത് നമുക്ക് കാണാം പതുക്കെ ആണെങ്കിലും. അവിടെയും കാസിൽ ബ്ലാക്കിൽ പോകുമ്പോഴും ഗില്ലിയുടെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ജോൺ സ്നോയ്ക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ, മെന്റലി മോറൽ കോൺഫ്ലിക്റ്റുകൾ ജോൺ സ്നോയുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ശരി, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യങ്ങൾ ജോൺ സ്നോയുടെ ഉള്ളിൽ വരുന്നത്. അത് കഴിഞ്ഞ് വൈൽഡിങ്സിനെ കാണുന്നു, ഈഗ്രറ്റിനെ കാണുന്നു. അപ്പം അവരുടെ ഒരു ഫ്രീ ഫോക്കാണ് വൈൽഡിങ്സ്. അവിടെ ക്ലാസ് സിസ്റ്റം ഇല്ല ഇവിടുത്തെ പോലെ. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സിസ്റ്റം അത് കാണുമ്പോൾ ജോൺ സ്നോയ്ക്ക് ഭയങ്കര അത്ഭുതമുണ്ട്. കാരണം അത് പുസ്തകത്തിൽ ഒന്നും കൂടി ക്ലിയർ ആണ്. അതുകൊണ്ടാണ് ഈഗ്രിറ്റ് ജോൺ സ്നോനോട് പറയുന്നത് യു നോ നത്തിങ് ജോൺ സ്നോ എന്ന്. കാരണം ആളുടെ വളർന്ന ചട്ടക്കൂടുകളിലും പുറത്ത് വേറെ ഒരു ലോകമുണ്ടെന്നും ആൾക്കാർക്ക് പല മൊറാലിറ്റി ഉണ്ടെന്നും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല എന്നും ഒക്കെ ജോൺ സ്നോ തിരിച്ചറിയുന്ന, ഇനിയും കുറച്ചും കൂടി ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള കണ്ണിങ് ആയിട്ടുള്ള ഒരു ജോൺ സ്നോ അതാണ് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഇതിലും ജോൺ സ്നോ കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയിട്ട് കുറച്ച് സംസാരം കുറയുന്നത് കിറ്റ് ഹാരിങ്ടൺ വളരെ നന്നായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടം തോന്നും കിറ്റ് ഹാരിങ്ടന്റെ അടുത്ത്. ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമുക്ക് റൂട്ട് ചെയ്യാൻ വേണ്ടി തോന്നും ഒരു പോയിന്റ് വരെ. അത് കഴിയുമ്പോൾ എല്ലാം തീരും. ഇതില് പലപ്പോഴും ജോൺ സ്നോന്റെ ഒരു ഇതില് കുറച്ച് മണ്ടനായിട്ട് തന്നെയാണ് ജോൺ സ്നോനെ കാണിച്ചിരിക്കുന്നത് ഗെയിം ഓഫ് ത്രോൺസിന്റെ എഴുത്തുകാരുടെ വക. ബാറ്റിൽ ഓഫ് ദ ബാസ്റ്റേഡ്സ് ഒരുപക്ഷെ ഒരു കൾട്ട് സ്റ്റാറ്റസ് ഉള്ള ഒരു എപ്പിസോഡാണെങ്കിലും അതിൽ ജോൺ സ്നോ കാണിച്ചു കൂട്ടുന്ന എല്ലാം വിവരക്കേടുകളാണ്. പക്ഷേ ജോൺ സ്നോന്റെ ഞാൻ ഈ പറഞ്ഞ പോലെ പ്ലോട്ട് ആർമർ, അതായത് പ്ലോട്ട് ആർമർ എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറിന് ആ കഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമുള്ളത് കൊണ്ട് അവരെ നമുക്ക് ഒരു ആർമർ ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അവരെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല, അവരെ കൊല്ലാൻ പറ്റില്ല എന്നുള്ളതുപോലെ. അതാണ് നമ്മൾ ഈ മറ്റ് തമിഴ് സിനിമയിലൊക്കെ അല്ലെങ്കിൽ അക്ഷയ് കുമാറൊക്കെ ഉണ്ടല്ലേ കുറെ വെടിയൊക്കെ കൊല്ലും എന്നാലും എന്ന് പറഞ്ഞിട്ട് വരും. അതുപോലത്തെ ഒരു പരിപാടി. ബാറ്റിൽ ഓഫ് ദ ബാസ്റ്റേഡ്സിൽ ജോൺ സ്നോ സർവൈവ് ചെയ്യുന്നത് സ്റ്റുപ്പിഡസ്റ്റ് ബാറ്റിൽ സ്ട്രാറ്റജിയാണ്, ഒറ്റയ്ക്ക് പോയി ചാർജ് ചെയ്യാന്നുള്ളത്. അത് കാണുമ്പോൾ എനിക്ക് തോന്നും മറ്റേ ലാസ്റ്റത്തെ ബാറ്റിലും ഡൊത്രാക്കീനെ ആദ്യം വിട്ടത് ജോൺ സ്നോന്റെ സ്ട്രാറ്റജി ആയിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും അതൊന്ന് തുടങ്ങുകയാണ്. പിന്നീട് അങ്ങോട്ട് ഈ ടിറിയന്റെയും ഡെനേറസിനെയും ജോൺ സ്നോ കണ്ടത് മുതൽ അങ്ങോട്ടേക്കുള്ള ഒറ്റ ഡിസിഷനും, പ്രത്യേകിച്ച് ഡിസിഷനൊന്നും ഇല്ലാത്ത ഹെൽപ്ലെസ് ആയ കേപ്പബിൾ അല്ലാത്ത ഒരാളായിട്ട് ജോൺ സ്നോനെ മാറ്റി. ആ റെൽമിനെ യുണൈറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, ആ റെൽമിനെ ഭരിക്കാൻ കപ്പാസിറ്റി ഉള്ള, നമ്മൾ ഹാർഡ് ഹോമിൽ കാണുന്നുണ്ട് നൈറ്റ് കിങ്ങിനെ കൺഫ്രണ്ട് ചെയ്യുന്നത് ജോൺ സ്നോ ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു വൈറ്റിനെ കൊല്ലുന്നത് ജോൺ സ്നോ ആണ്. ഒരു വൈറ്റ് വാക്കറിനെ കൊല്ലുന്നത് ആളുടെ വെലേറിയൻ സ്റ്റീൽ വെച്ച് ജോൺ സ്നോ ആണ്. അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അത്രയും കേപ്പബിലിറ്റി ഉള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്യാരക്ടറാണ് അവസാനം പോയിട്ട് ഒരു പരിപാടി ഒപ്പിച്ച് പിന്നീട് ആള് പോകുന്നത് കാസിൽ ബ്ലാക്കിലേക്ക് തന്നെയാണെന്നുള്ള പോലെ. അത് അക്സെപ്റ്റ് ചെയ്യാനേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ്.
If you could describe the season finale of Game of Thrones in one word, how would you describe it? Disappointing. ഇനി ഫൈനലി നമുക്ക് സംസാരിക്കാം ഡെനേറിസ് സ്ട്രോങ് ബോൺ ഓഫ് ഹൗസ് ടാർഗേരിയൻ, ദ ഫസ്റ്റ് ഓഫ് ഹെർ നെയിം, ക്വീൻ ഓഫ് ദ ആൻഡൽസ് ആൻഡ് ദ ഫസ്റ്റ് മെൻ, ചടപട എന്ന ടൈറ്റിലിന് ഒരു ക്ഷാമമില്ല, ബ്രേക്കർ ഓഫ് ചെയിൻസ്, അത് ഇത് സംഭവം അവസാനം നൈസായിട്ട് അങ്ങ് മരിച്ചു പോകും. നമ്മൾ വിചാരിക്കും ആദ്യമായിട്ട് ഒരുപാട് കാലം ടാർഗേറിയൻ റൂളൊക്കെ കഴിഞ്ഞ് പിന്നീട് വളരെ മിറാക്കുലസ്ലി ഒരു 3 ഡ്രാഗൺസ് ഒക്കെ ആയിട്ട് വളരെയധികം മിറാക്കിൾസ് സറൗണ്ട് ചെയ്യുന്ന ആ പ്രോഫസിയിൽ പറഞ്ഞിട്ടുള്ള കോമറ്റ് പറയുമ്പോൾ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഡെനേറിസ് ആയിരിക്കും വളരെ, അതായത് ഡൊത്രാക്കിനെ ആ സീസ് ക്രോസ് ചെയ്യിപ്പിക്കുന്ന, അവരെ യുണൈറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഡെനേറിസ് ആയിരിക്കും വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നതെന്ന്. പക്ഷേ ഡെനേറിസ് ഒരു മാഡ് ക്വീൻ ആവാനുള്ള ആർക്കാണ് നമ്മൾ ആദ്യം തൊട്ട് കാണുന്നത്. Have you shot your final scenes yet? And are you happy with how things ended? Yeah. She didn't say yes. You didn't say yes. Best season ever. കാരണം ആദ്യം നമ്മൾ കാണുന്നുണ്ടല്ലോ ഡെനേറിസ് ആ ഒരു വിച്ചിനെ കെട്ടിയിട്ട് കൊല്ലും, പിന്നെ ടാർലീസിനെ ഡ്രാഗൺ ഫയർ കൊണ്ട് കൊല്ലും, മെറീനിലെ സ്ലേവ് ലോഡ്സിനെ കൊല്ലും, കുറേ പാവപ്പെട്ടവന്മാരെയൊക്കെ മറ്റേ ഡ്രാഗൺ കഴിക്കാൻ കൊടുക്കും. ഇതൊക്കെ ഉണ്ടല്ലോ ഡെനേറിസ് ഒരു മാഡ് ക്വീൻ ആവാനുള്ള ഇൻഡിക്കേഷൻസ് ആയിരുന്നു എന്നുള്ളതാണ് റൈറ്റേഴ്സ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിലെ എല്ലാവരും കൊലകൾ ചെയ്യുന്നുണ്ട്. കൊലകൾ ചെയ്യാത്തതായിട്ട് ഏറ്റവും നോബിൾ ആണെന്ന് ചിന്തിക്കുന്നവർ പോലും, ഇപ്പം നെഡ് സ്റ്റാർക്കിൻ്റെ കാര്യം എടുക്കാം. നെഡ് സ്റ്റാർക്ക് ആണെങ്കിൽ ആദ്യം തന്നെ ഒരാളെ കൊല ചെയ്യുന്നതായിട്ടും പിന്നീട് അതേ ഒരു ഫേറ്റ് നെഡ് സ്റ്റാർക്കിന് കിട്ടുന്നതുമായിട്ടാണ് കാണിക്കുന്നത്. നെഡ് സ്റ്റാർക്ക് ആ ഒരു ഡയർ വുൾഫിനെ കൊല്ലുന്നതും നമ്മൾ കാണുന്നുണ്ട്, വേറെ ആർക്കും ചെയ്യേണ്ടെന്ന് വെച്ചിട്ട്. ഒരുപാട് സാഹചര്യങ്ങളിൽ ജോൺ സ്നോ ആകട്ടെ എത്ര പേര് കൊന്നിട്ട്. ഇതവിടെ ഒരു മാഡ് ആർക്കിന് പറ്റിയ ഒരു തുടക്കമല്ല. ഡെനേറിസ് മാഡ് ക്വീൻ ആവുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷെ ഡെനേറിസ് കൺവിൻസിംഗ്ലി മാഡ് ക്വീൻ ആവുക എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രശ്നം. പിന്നെ ഒരിക്കലും ലൈക്ക് ഫാദർ ലൈക്ക് സൺ അല്ലെങ്കിൽ ലൈക്ക് ഫാദർ ലൈക്ക് ഡോട്ടർ എന്നുള്ള ഒരു ആർക്ക് ഗെയിം ഓഫ് ത്രോൺസിന്റെ യൂണിവേഴ്സിൽ വളരെ പ്രിവലന്റ് ആയ ഒരു പ്ലോട്ട് അല്ല. അതായത് ഡെനേറിസിന്റെ അച്ഛൻ മാഡ് കിങ് ആയതുകൊണ്ട് ഡെനേറിസ് മാഡ് ക്വീൻ ആവണം എന്നുള്ളൊരു പ്ലോട്ട് അത്ര സ്ട്രോങ് ആയ ഒരു പ്ലോട്ട് ലൈൻ പോലും അല്ല. ഡെനേറിസിന്റെ ഒരു ടാർഗേറിയൻ ആൻസിസ്ട്രിയിൽ ടാർഗേറിയൻസിന് ഇൻസെസ്റ്റ് വളരെ കൂടുതലായതുകൊണ്ട് അവർ സഹോദരങ്ങളെയൊക്കെ അങ്കിൾസിനെയും സഹോദരങ്ങളെയൊക്കെ കല്യാണം കഴിയുന്നതുകൊണ്ട് അവർക്ക് ചില കുട്ടികൾക്കെങ്കിലും മനോരോഗങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എവറി ടൈം ടാർഗേറിയൻ ഇസ് ബോൺ ദ ഗോഡ് ഫ്ലിപ്സ് എ കോയിൻ എന്ന് പറയുന്നത്. അതിൽ കൂടുതലും അങ്ങനത്തെ ഒരു ഇൻഡിക്കേഷൻ കാണിച്ച ആള്, റാഷണൽ അല്ലാണ്ട് ഒരുപാട് വട്ടം ബിഹേവ് ചെയ്തിട്ടുള്ള ആള് ഡെനേറിസിന്റെ ബ്രദറാണ്. അതിന്റെ കോൺസിക്വൻസസ് അപ്പം തന്നെ ആൾക്ക് കിട്ടുകയും ചെയ്തു. ഡെനേറിസ് ഓൺ ദി അതർ ഹാൻഡ് കയ്യിലിരിപ്പ് നല്ലോണം ഉണ്ടെങ്കിലും അത് ആളുടെ കയ്യിലിരിപ്പാണെന്ന് തിരിച്ചറിഞ്ഞ് അത് മാറ്റാൻ നോക്കുന്ന ഒരാളായിട്ടായിരുന്നു പലപ്പോഴും കാണിച്ചിട്ടുള്ളത്. പിന്നെ ജോൺ സ്നോ ആയിട്ടുള്ള ഒരു റൊമാൻസ്, അതിൽ റൈറ്റേഴ്സിന്റെ ഒരു ഇതിൽ അവർ തന്നെ പറയുന്നുണ്ട്, അവർക്ക് ഡയലോഗ് ഒന്നും കൊടുക്കാണ്ട് കുറച്ച് ക്ലോസ് പ്രോക്സിമിറ്റി കൊടുത്തിട്ടാണ് നമ്മൾ ആ റൊമാൻസ് ഉണ്ടാക്കിയെടുത്തത്. അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെയാണ്. പക്ഷേ ഡെനേറിസിന് മാഡ് ആവുന്ന ആർക്ക് എടുക്കാം. അതിലെന്ന് പറഞ്ഞാൽ ഡെനേറിസ് മാഡ് ആവുന്ന ആർക്കിൽ ഡെനേറിസിന്റെ ഒരു ലക്ഷ്യത്തിലേക്ക് ഡെനേറിസ് എത്താൻ പോകുന്നു. അതിൽ ഒരുപാട് സെറ്റ് ബാക്സ് ആ കുട്ടിക്ക് നേരിടേണ്ടി വരുന്നു. അപ്പോൾ പതിയെ ഡെനേറിസ് മാഡായി പോയി, അല്ലെങ്കിൽ അതിന്റെ മുന്നേ ഡെനേറിസ് മാഡ് ആയിരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഒന്നാമത്തെ കാര്യം ആദ്യം കൊടുത്തിരിക്കുന്നത് ഫുള്ള് വിവരക്കേട് പറയുന്ന ടിറിയനാണ് സൈഡിലുള്ളത്. പെട്ടെന്ന് തന്റെ എല്ലാ കൂറുകളും മാറ്റിമറിച്ചൊരു വാരിസ് ആണ് പിന്നെ സൈഡിലുള്ളത്. ഇവരാരും ഈ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായ പോട്ടെ കേപ്പബിളായ ഇൻപുട്ട് കൊടുക്കുന്ന രീതിയിലോ ഇല്ല. ടിറിയന്റെ വിവരക്കേട് കാരണം ഒരു സോംബീനെ പിടിച്ച് കിങ്സ് ലാൻഡിങ്ങിൽ കൊണ്ടുവന്ന് സെർസീനെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനും വേണ്ടിയിട്ട് ജോൺ സ്നോയും ആൾക്കാരും ഒക്കെ വാൾ ക്രോസ് ചെയ്ത് പോകുന്നു. അതാകട്ടെ നൈറ്റ് കിങ്ങിന്റെ ഒരു പ്രോപ്പർ ട്രാപ്പ് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ബ്രാൻ കൈ തൊട്ട് വാളിന്റെ മാജിക് കഴിഞ്ഞ കാരണം ഡെനേറിസ് ഡ്രാഗൺ സ്റ്റോണിൽ നിന്ന് 1800 മൈല് ടെലിപ്പോർട്ട് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഗെൻട്രി പോയിട്ട് ഒരു മാരത്തണും ഓടിയത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവിടെ ആളുടെ 3 ഡ്രാഗൺസിനെയും കൊണ്ടെത്തുന്നു. ആ 3 ഡ്രാഗൺസിൽ നൈറ്റ് കിങ് ജാവലിൻ എറിഞ്ഞ് ഏറ്റവും ചെറിയ ഡ്രാഗനെ കൊല്ലുന്നു. ആ ചെറിയ ഡ്രാഗൺ വീഴുന്ന ലേക്കിൽ ഓൾറെഡി ഒരു ഡ്രാഗനെ നഷ്ടപ്പെട്ടെടുത്ത് ജോൺ സ്നോ പിന്നെയും വിവരക്കേട് കാണിച്ച് വൈറ്റ് വാക്കേഴ്സിനെ കൊല്ലാൻ പോകുന്നു. അവസാനം ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടി പെറുക്കി കൂട്ടി കിങ്സ് ലാൻഡിങ്ങിലേക്ക് തിരിച്ചു വരുന്നു. കിങ്സ് ലാൻഡിങ്ങിലേക്ക് തിരിച്ചു വന്നിട്ട് യൂറോൺ ഗ്രേജോയ് ആളുടെ ഷിപ്പിന്ന് We need to find Euron Greyjoy's fleet and sink it. While Dany kind of forgot about
the Iron Fleet and Euron's forces. ഷിപ്പ് എന്ന് പറയുമ്പോൾ മൂവ് ചെയ്യുന്നൊരു സാധനമാണ്, വെള്ളത്തിലാണ്. അതിൽ നിന്നിട്ട് എയിം ചെയ്ത് സ്കോർപ്പിയൻ വെച്ച് ആളുടെ ഇനിയുള്ള ബാക്കിയുള്ള ഒരു ഡ്രാഗണേയും കൂടി കൊല്ലുന്നു. എങ്ങനെ? അത് കഴിഞ്ഞ് വളരെ വലിയ ത്രെറ്റാണെന്ന് വിചാരിച്ച ഈ സ്കോർപ്പിയോൺസ് കുറച്ച് കഴിയുമ്പോൾ ഡ്രോഗോൺ എല്ലാം കൂടി അങ്ങ് കരിച്ചും കളയുന്നു. ഇതൊക്കെ എന്താണ്? നമ്മളിപ്പോൾ ഹൗസ് ഓഫ് ദ ഡ്രാഗണിൽ ഇതിൽ ഏറ്റവും വലിയത് ഈ ഒരു ഡ്രാഗൺസ് എന്നുള്ളൊരു എലമെന്റിന് ഇത്രയും ഡൗൺ പ്ലേ ചെയ്തത്. ഹൗസ് ഓഫ് ദ ഡ്രാഗണിൽ മേലീസ് മരിക്കുമ്പോൾ നമുക്ക് വരുന്ന സങ്കടം, അത് ഇനി അങ്ങോട്ട് ഡ്രാഗൺസിന്റെ ഡാൻസ് തുടങ്ങാൻ പോകുമ്പോൾ നമുക്ക് വരുന്ന സങ്കടം നമുക്ക് പറയാൻ പറ്റാത്തത്രയായിരിക്കും ഇത് ഈ ഒരു CGI കൊണ്ട് ഉണ്ടാക്കിയത്. പക്ഷെ ഡെനേറിസിന്റെ ഒരു ഡ്രാഗണെങ്കിലും മരിച്ചപ്പോൾ നമുക്ക് ഒരു ഷോക്ക് വാല്യൂ ആദ്യം നൈറ്റ് കിങ് ജാവലിൻ എറിഞ്ഞിട്ടൊരു ഡ്രാഗനെ കൊന്നപ്പോൾ ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ഇമോഷൻ ആ ഒരു ഷോന്ന് നമ്മളെ കയ്യിൽ നിന്ന് പോയി. ആ ലോങ് നൈറ്റ് വന്നപ്പോൾ, നൈറ്റ് കിങ് ക്രോസ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് ഡെനേറിസും ജോൺ സ്നോയും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരിക്കും. ആ നൈറ്റ് കിങ് എന്ന് പറയുന്ന മനുഷ്യന് 7-8 സീസൺ ആയിട്ട് കിടന്നിട്ട് ബിൽഡപ്പ് കൊടുത്ത ഒരാളാണ്. വിന്റർ ഇസ് കമ്മിങ്, എവിടെ ഹൗസ് ഓഫ് ദ ഡ്രാഗണിൽ പോലും ബിൽഡപ്പാണ് വിന്റർ ഇസ് കമ്മിങ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആളെ അങ്ങോട്ട് നൈസായിട്ട് ഒരു മോശം ബാറ്റിൽ സീക്വൻസ്, ഒന്നും കാണാൻ പറ്റാത്ത വളരെ മോശം സ്ട്രാറ്റജി ഉള്ള മെയിൻ ക്യാരക്ടേഴ്സിനെല്ലാം വളരെയധികം പ്ലോട്ട് ആർമോഡുള്ള ഒരു ബാറ്റിൽ സീക്വൻസ് അതിൽ കൊന്നു കളഞ്ഞു. ഡെനേറിസ് മാഡ് ക്വീൻ ആയതിലല്ല പ്രശ്നം. എന്നിട്ട് കോൺകർ ചെയ്ത ആൾക്കാരെ ഡെനേറിസ് എല്ലാം ചുട്ടുകൊല്ലുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഈ ഡെനേറിസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗ്രേ വോർമിനും പ്രാന്തായി തോന്നുന്നു. എന്താ അതൊക്കെ ഒരു കിടിലൻ ക്യാരക്ടറായിരുന്നു. ആൾക്ക് ഒന്നും അല്ലാണ്ട് ഒരു വെറുതെ ഒരു വെഞ്ചൻഫുൾ ആയ ഒരു ഷാഡോ ആക്കി മാറ്റി ആളുടെ പഴയ ക്യാരക്ടറിന്. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിയുന്നു, ഈ ഡെനേറിസിനെ ജോൺസ്നോ കൊല്ലുന്നു. ഡെനേറിസിനെ ജോൺസ്നോ കൊല്ലുമ്പോൾ ഈ അൺസള്ളീഡും ഈ അവിടുന്ന് മരിച്ചുപോയി പിന്നീട് കിങ്സ് ലാൻഡിങ്ങിൽ പ്രത്യക്ഷപ്പെട്ട ഡൊത്രാക്കിയും ഒക്കെ ഡെനേറിസിന്റെ ആൾക്കാരായിരുന്നു. അവർക്കൊന്നും ഒരു പ്രൊട്ടസ്റ്റും ഇല്ലേ, അവരാരും ഇവരുടെ എതിരെ തിരിയില്ലേ, ഇതൊരു സിവിൽ വാർ ആയിട്ട് മാറില്ലേ, അതൊന്നും അഡ്രസ്ഡ് പോലും അല്ല. കാരണം വളരെ റഷ്ഡായിട്ട് ഈ സീസൺസ് അങ്ങ് തീർക്കാനുള്ള പരിപാടിയായിരുന്നു. ഈ ഒരു ഇതിൽ പലപ്പോഴും പലരും സംസാരിക്കുന്ന ഒരു കാര്യമാണ് റൈറ്റേഴ്സിന്റെ കാര്യം. ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ബുക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൺ ബോർഡ് വന്നത്, അല്ലാണ്ട് ഈ ബുക്ക് എഴുതാൻ വേണ്ടിയിട്ടല്ല. ഇവർ വിചാരിച്ചത് ഇത് പിക്കപ്പ് ആവുകയാണെങ്കിൽ കുറച്ച് സീസൺസ് ഒക്കെ കഴിയുമ്പോഴത്തേനും ജോർജ് R.R. മാർട്ടിൻ വന്നിട്ട് പുസ്തകങ്ങളെല്ലാം എഴുതി തീരും, അവർക്കത് അഡാപ്റ്റ് ചെയ്ത് പോവാം എന്നുള്ളതാണ്. പക്ഷെ ജോർജ് R.R. മാർട്ടിൻ ആ പുസ്തകങ്ങൾ കറക്റ്റായിട്ട് എഴുതി തീർത്തില്ല. അത് ഒരു ക്രിയേറ്റീവ് ലാഗ് വന്നു ആളുടെ അടുത്ത് നിന്ന്. ഇപ്പോഴും അത് ആൾ എഴുതി തീർത്തിട്ടില്ല. ആള് എല്ലാ ഷോൻ്റെയും പിറകിലൊക്കെ ഉണ്ടെങ്കിലും ആൾ പുസ്തകം ഒന്നും ഇപ്പോഴും എഴുതി തീർത്തിട്ടില്ല. അപ്പോൾ അത് ജോർജ് R.R. മാർട്ടിന്റെ വിഷൻ എന്ന് പറയുന്നത് നമുക്ക് മേ ബി അത്ര ധൈര്യം ഗെയിം ഓഫ് ത്രോൺസിന്റെ റൈറ്റേഴ്സിന് ഇല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നി. അവർ പലപ്പോഴും പല ഫാൻ ഫെയറുകളും അല്ലെങ്കിൽ ബാറ്റിൽ സീക്വൻസുകളും, ഗെയിം ഓഫ് ത്രോൺസിൽ എപ്പോഴും ബാറ്റിലും ആ ഒരു പൊളിറ്റിക്സിനും ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ലാണ്ട് ആ ഒരു ട്രൂ ഗെയിം ഉണ്ടല്ലോ ഗെയിം ഓഫ് ത്രോൺസിൽ, അത് മിസ്സിങ് ആയിട്ട് തുടങ്ങി അവരിത് എഴുതാൻ തുടങ്ങിയപ്പോൾ. കാരണം അവരത് ക്ലിയർലി അതിന് കേപ്പബിൾ അല്ല. അത് പലപ്പോഴും അതിൻ്റെ ആക്ടേഴ്സിനും വളരെയധികം അവർ പറയാതെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. എന്താണെന്ന് വെച്ചാൽ അവർക്ക് NDA ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ടാവില്ല, അവർക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ റൈറ്റേഴ്സിന് ഒരു 10 വർഷത്തോളം അവർ ഇതിൻ്റെ പിറകെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു ബേൺ ഔട്ട് എന്നുള്ളത് വളരെ കോമൺ ആണ്. ഇപ്പം ഞാനൊക്കെ യൂട്യൂബ് ചാനൽ ഇടയ്ക്കൊരു എൻ്റെ യൂട്യൂബ് ചാനൽ, എന്നിട്ട് ഞാൻ എന്തിനാ അടച്ചുപൂട്ടി പോകുന്നത്? കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ബേൺ ഔട്ട് വരും, ഇനി കണ്ടന്റ് ചെയ്യാൻ വയ്യാൻ തോന്നും. ഇവർക്കും അങ്ങനെ ഒരു ബേൺ ഔട്ട് വന്ന് കാണാം. ഇവർക്ക് ആ ഷോ പെട്ടെന്ന് റാപ്പ് ചെയ്യണമെന്നായിരുന്നു. HBO-ക്കും ജോർജ് R.R. മാർട്ടിനും 10-13 സീസൺസ് വരെ ഇത് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടായിരുന്നു. We could have gone to 11, 12, 13 seasons, but I guess they wanted a life. So you wanted it to keep going? Well, if you've read my novels, you know there was enough material for more seasons. അങ്ങനെ കുറച്ചും കൂടി പാൻ ഔട്ട് ചെയ്ത് ഈ കഥ പറഞ്ഞിരുന്നെങ്കിൽ ഈ കഥ ഇനിയും കൺവിൻസിങ് ആയേനെ, ഇതേ കഥയാണെങ്കിൽ പോലും. പക്ഷേ അവരതിന് തയ്യാറല്ലായിരുന്നു. അവർക്കിത് വേഗം തീർത്തിട്ട് അവർക്കൊരു സ്റ്റാർ വാർസിന്റെ ഡീൽ വന്നു, അതുകൂടാണ്ട് 200 മില്യൻ്റെ ഒരു നെറ്റ്ഫ്ലിക്സിന്റെ ഡീൽ വന്നു. അതുകൊണ്ട് അവർക്ക് ഈ കഥ വേഗം എത്രയും പെട്ടെന്ന് ഷടപടി. അതുകൊണ്ടാണ് ആൾക്കാർ ട്രാവൽ ചെയ്യുന്നൊന്നുമില്ല, ടെലിപ്പോർട്ടേഷനാണ് എല്ലായിടത്തേക്കും. അങ്ങ് എത്തേണ്ടടത്തേക്കൊക്കെ. അങ്ങനെ ഒരു കഥ അങ്ങോട്ട് ചറപറിയേന്ന് അങ്ങോട്ട് ബിൽഡപ്പ് ഇല്ലാണ്ട് തീർത്തത് കൊണ്ട് അവർ വിചാരിച്ചത് ഇത്രയും കാലം ഗെയിം ഓഫ് ത്രോൺസിന് ഉണ്ടായ ഒരു പോപ്പുലാരിറ്റിയിൽ ഇനി ഗെയിം ഓഫ് ത്രോൺസിൽ എന്ത് നടന്നു, കാരണം വളരെ സർപ്രൈസിങ് ആയ പല കാര്യങ്ങളും അതിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇനി ഗെയിം ഓഫ് ത്രോൺസിൽ എന്തുണ്ടായാലും ആൾക്കാർക്ക് അത് ഓക്കെ ആയിരിക്കുന്നു. അതിന്റെ ഫാൻസ് ഇത് റീമേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പെറ്റീഷൻ ഞാൻ വരെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫാൻസ്
അത്രയധികം ഡിസപ്പോയിന്റഡ് ആയിരുന്നു അതിൽ. നമ്മളുടെ ഓഡിയൻസിൽ ചിലരെങ്കിലും പറയും ഗെയിം ഓഫ് ത്രോൺസ് കിടിലായിരുന്നു എന്നുള്ളത്. ഒരു പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് ഒരു സുഖമുള്ളൊരു കാര്യമാണ്. അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ എന്തിനാണ് ഒരു TV ഷോനെ പറ്റി ആലോചിച്ചിട്ട് ജീവിതത്തിൽ ഫ്രസ്ട്രേഷൻ? അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേരുണ്ടാവും അത്രയും ആ ഷോനോട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാർ. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഗെയിം ഓഫ് ത്രോൺസ് ഇഷ്ടപ്പെട്ടോ? അതോ നിങ്ങളും അയ്യോ ഞാൻ വിചാരിച്ച പോലെ അയ്യോ ഇതെന്താ നടന്നതെന്നാണോ വിചാരിച്ചത്? പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ബൈ.